ഞാനിന്ന് റംബൂട്ടാൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് റംബൂട്ടാൻ എടുത്തിട്ട് അതിൻ്റെ തോടെല്ലാം പൊളിച്ച് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കണം. അതിൻ്റെ ദശ എടുത്ത് മാറ്റി വെക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനൊരു ജ്യൂസ് കിട്ടും. ആ ജ്യൂസ് നമ്മൾ മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്കത് കുടിക്കാൻ കൊള്ളാവുന്നതാണ്. അതിന് പുളിയും മധുരവും ഒക്കെ ഉണ്ട് ആ ജ്യൂസിന്. അങ്ങനെ ആ ജ്യൂസ് മാറ്റിയെടുത്ത് നമുക്ക് കുടിക്കാം. എന്നിട്ട് അതിൻ്റെ ദശ എടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അച്ചാറിടാൻ തുടങ്ങുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതിൻ്റെ കുരു കളയാതും ഇടാം, പക്ഷേ കുരു കളഞ്ഞിട്ട് അച്ചാർ ഇടുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അതിന് അച്ചാർ ഇടാനായിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം പൊളിച്ച് അരിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് മൂപ്പിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം വഴന്ന് കഴിയുമ്പോഴത്തേക്ക് 3 സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം പിന്നെ റംബൂട്ടാൻ നമ്മൾ ദശ കളഞ്ഞതുണ്ടല്ലോ, അതും കൂടി അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് ആ ദശ കളഞ്ഞ റംബൂട്ടാൻ്റെയും കൂടെ നമുക്ക് അതിനകത്തിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ അതിനകത്ത് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. റംബൂട്ടാൻ അച്ചാർ ഇടാത്തവരൊക്കെ ഒന്ന് ഇട്ട് നോക്കണേ. എന്നിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പറയണേ. ഇതുപോലെ വഴറ്റണം. ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിക്കണേ. ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കണം. റംബൂട്ടാൻ അച്ചാർ റെഡിയായേ. വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ടിങ്ങനെ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് റെഡിയായി. ഇത് ആറിയതിന് ശേഷം ഒരു കുപ്പിക്കകത്തിട്ട് വെക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. നന്നായിട്ട് ആറി ഞാനിത് ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചിരിക്കുകയാണ്.